ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ മഹാവദാന്യായ കൃഷ്ണപ്രേമപ്രദായത്തെ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാംനേ ഗൗരത്വിഷേ നമാം. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ജഗന്നാഥൻ്റെ ആ പ്രതിഷ്ഠയുടെ തീറ്റിയുടെ മുമ്പിലിരുന്നു കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിച്ചുകൊണ്ട് ജഗന്നാഥൻ്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ അതിനെക്കുറിച്ചിട്ട് അനുസ്മരിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ അതായത് ജഗന്നാഥ ഭഗവാന്റെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും എല്ലാ ആചാര്യന്മാരും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും എല്ലാ ഗുരുനാഥന്മാരുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ ഓരോ ലീലകളും അത്യത്ഭുതകരങ്ങളാണ്. ഇത്രയും കരുണയോട് കൂടിയിട്ടുള്ള ഒരവതാരം ലോകത്തിലുണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കൃതേയൽ ധ്യായതോ വിഷ്ണും ത്രേതായം യജതോ മഖൈഃ ദ്വാപരേ പരിചര്യായം കലൗ തദ്ധരി കീർത്തനാൽ എന്ന് ഭഗവാന്റെ നാമകീർത്തനത്തിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സത്യയുഗം കൃതയുഗത്തിൽ തപസ്സാണ് പ്രാധാന്യം. അതിനനുസരിച്ചിട്ടാണ് ബദരീനാഥൻ ഹിമാലയത്തിൽ ബദരീനാഥൻ നരനാരായണ മഹർഷിമാർ ബദരീനാരായണൻ സാന്നിധ്യം ചെയ്യുന്നത്. പിന്നെ അത് സത്യയുഗത്തിലാണ് തപസ് ഈശ്വരപ്രാപ്തിക്കായിട്ട് ഏറ്റവും വിശേഷപ്പെട്ട ഉപായമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ബദരീനാഥിൽ പോവാൻ സാധാരണ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ആൾക്ക് കാരണം സമുദ്രത്തിൻ്റെ നിരപ്പിൽ നിന്നും ഒരു 10,100 അടി ഉയരത്തിലാണ് ഈ ബദരീനാഥ ക്ഷേത്രം കാണാൻ സാധിക്കുക. വെറുമൊരു സാധാരണക്കാരൻ അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കൊരാരോഗ്യമില്ലാത്ത ഒരാൾ അവിടെ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ പലതും സംഭവിക്കും, പല ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്നാണ്. വളരെ ദുർഘടമാണ് വഴി എന്നതാണ്. എന്നാലും അനേകം ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ കൃതയുഗത്തിലെ അതായത് സത്യയുഗത്തിലെ ധ്യാനത്തിൻ്റെ ഈശ്വര സേവയുടെ സമ്പ്രദായം തപസ്സാണ്. അതിന് യോജിച്ച ഈശ്വരനാണ് ബദരീനാഥൻ സാന്നിധ്യം ചെയ്യുന്നത്. പിന്നെ ത്രേതായുഗത്തിൽ യജ്ഞങ്ങളെ കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കാറുള്ളത്. അപ്പോൾ ത്രേതായുഗത്തിൽ ആണ് ശ്രീരംഗത്തിലുള്ള ഭഗവാൻ, രാമേശ്വരത്ത് സാന്നിധ്യം ചെയ്യുന്ന ഭഗവാൻ. ആ ഭഗവാനെ സേവിക്കാനായിട്ട് സാധിക്കും എന്നാണ്. അതിനും അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ ദ്വാപരയുഗത്തിൽ പരിചര്യായാം അതായത് ദ്വാരകാധീശനായിട്ടുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനെ ആണ് പൂജകളെ കൊണ്ട് സാക്ഷാത്കരിക്കുന്നത്. എന്നാൽ കലിയുഗത്തിൽ അത്രയൊന്നും സാധിക്കില്ല. കലിയുഗത്തിൻ്റെ ഈശ്വരൻ ആരാധന ചോദിച്ചാൽ സാക്ഷാൽ ജഗന്നാഥൻ എന്നാണ്. കലിയുഗത്തിൽ എല്ലാ സുമന്ദമതയാ മന്ദഭാഗ്യ ഹ്യുഭദ്രുതാഹ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കലിയുഗത്തിലുണ്ട്. അവരുടെ മുഴുവൻ ശുദ്ധീകരിക്കാനാണ് ജഗന്നാഥൻ സാന്നിധ്യം ചെയ്യുന്നത്. നമ്മൾക്ക് ജഗന്നാഥൻ്റെ പുരിയിൽ പോയി എന്നൊക്കെ അറിയാൻ സാധിക്കും. സമുദ്ര തീരത്താണ് ജഗന്നാഥ ക്ഷേത്രം. 2-3 തവണ അവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ക്ഷേത്രം ഗംഭീരമായ ക്ഷേത്ര സാന്നിധ്യം ചെയ്യുന്നു, മറ്റ് സമുദ്രത്തിൻ്റെ കരയിലായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത പലതും കാണാൻ സാധിക്കും. മത്സ്യത്തിൻ്റെ വ്യാപാരം, അത് പിന്നെ പല വിധത്തിലുള്ള അതിന് ആഗ്രഹിക്കുന്ന ആ ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള അവസ്ഥകൾ അവിടെ കാണാൻ സാധിക്കും.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മുഴുവൻ ആശ്രയം കൊടുക്കുന്ന ആളാണ് ഏത് വിധത്തിലുള്ളവർക്കും ഇന്നയാളെന്നില്ല, ഏത് വിധത്തിലുള്ളവർക്കും ആശ്രയം കൊടുക്കുന്ന ആ ദിവ്യമായിട്ടുള്ള ഈശ്വരനാണ് ജഗന്നാഥൻ. കലിയുഗത്തിൻ്റെ ഈശ്വരൻ ആരാ? സാക്ഷാൽ ജഗന്നാഥസ്വാമി എന്ന് പറയുന്നത്. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന ഏത് ഉത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ജഗന്നാഥൻ്റെ ഒരു ഭക്തൻ്റെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ ആരംഭിക്കുന്നത്. അതായത് സദൻ ഖസായി എന്നുള്ള ഒരു ഭക്തൻ്റെ കഥയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി മാംസ വിൽപ്പനയായിരുന്നു. ഒരു ഇറച്ചിക്കട, മാംസം വിൽക്കുന്ന കട. അവിടെ ഈ അത് തൂക്കാനായിട്ട്, മാംസം തൂക്കി നോക്കാനായിട്ട് ത്രാസുണ്ട്. ആ ത്രാസിൽ സാധാരണ 1 കിലോ 2 കിലോൻ്റെ കട്ടികളാണ് ഉണ്ടാവാറുള്ളത്. ആ കട്ടിക്ക് പകരമാണ് അവിടെ സാളഗ്രാമ ശിലയാണത്രേ ഈ ഇതിന് തൂക്കാനായിട്ട് വെച്ചിരിക്കുന്നത്, ത്രാസിൽ വെക്കാറുള്ളത്. ഒരു ബ്രാഹ്മണൻ മഹാത്മാവ് ആ വഴിക്ക് വരികയാണ്. അദ്ദേഹം കാണുകയാണ് മാംസം തൂക്കി വിൽക്കുന്ന കടയിൽ തൂക്കക്കട്ടിക്ക് പകരമായിട്ട് വെച്ചിരിക്കുന്നത് സാളഗ്രാമം. അയ്യോ എന്തൊരു കഷ്ടമാണത്. ബ്രാഹ്മണൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, ഇങ്ങനെ ഇത്രയും വിശേഷപ്പെട്ട സാളിഗ്രാമ ഭഗവാനെ, വിഷ്ണുശില എന്നാണ്, പൂർണ്ണമായിട്ടും വിഷ്ണുവിൻ്റെ സാന്നിധ്യമാണ് ഈ സാളിഗ്രാമത്തിലുള്ളത്. അപ്പോൾ ഈ സാളിഗ്രാമ ശിലയെ അങ്ങൊരു വെറും ഉപകരണമാക്കി, മാംസം നോക്കാനുള്ള ഉപകരണമാക്കി മാറ്റിയോ? അതെനിക്ക് തരുമെന്ന് പറയാണ്. അങ്ങനെ ആ ബ്രാഹ്മണൻ ഇതിനെ കൊണ്ടുപോയി ഭംഗിയായിട്ട് അതിനെ ശുദ്ധജലത്തിൽ തീർത്ഥത്തിലൊക്കെ കുളിപ്പിച്ചു. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ സ്ഥാപിച്ചു. വിശേഷപ്പെട്ട അലങ്കാരങ്ങൾ ചെയ്തു. വസ്ത്രങ്ങൾ അലങ്കാരങ്ങളൊക്കെ അണിയിക്കുന്നു. വിശേഷപ്പെട്ട പൂജകൾ അദ്ദേഹം ചെയ്തു. അങ്ങനെ പഞ്ചഗവ്യം കൊണ്ട് അദ്ദേഹം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചഗവ്യം കൊണ്ട്, അതേപോലെ പഞ്ചാമൃതം കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യുക, ഭംഗിയായിട്ട് ആ ഭഗവാനെ അലങ്കരിക്കുക, സ്വർണ്ണ സിംഹാസനത്തിലിരുത്തുക. അങ്ങനെ അദ്ദേഹം വളരെ നല്ല ഭക്തിയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ പൂജിക്കുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുക്കുകയാണ്. എനിക്ക് ഇവിടെ ഒരു സുഖം തോന്നണില്ല എന്നാണ് ഭഗവാൻ പറയണത്. എന്താണ് സുഖം തോന്നാതിരിക്കാൻ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത്, അങ്ങ് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അങ്ങ് എന്നെ സ്വർണ്ണ സിംഹാസനത്തിലിരുത്തുന്നുണ്ട്, എനിക്ക് അഭിഷേകം ചെയ്യുന്നുണ്ട്, എന്നെ അങ്ങ് പൂജിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി പൂജിക്കുന്നത് എല്ലാം ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് ആ ഭക്തൻ്റെ ആ ആള് സദൻ കസായി എന്ന് പറയുന്ന മാംസം വിൽക്കുന്നയാൾ ഇതിങ്ങനെ മാംസം എടുത്ത് തൂക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് കീർത്തനം പാടും, മനോഹരമായി കീർത്തനം പാടും. ആ കീർത്തനം പാടുന്ന സമയത്ത് എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ത്രാസിലിരിക്കുമ്പോഴേ എനിക്കിങ്ങനെ അദ്ദേഹം പാടുക, ഞാനിങ്ങനെ നൃത്തം ചെയ്യും പോലെ എനിക്ക് തോന്നുക. വളരെ സന്തോഷമാണ് എനിക്ക്. ഞാനിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് അങ്ങനെ കീർത്തനങ്ങൾ കേൾക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അങ്ങ് അദ്ദേഹത്തിന് തന്നെ ഇത് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയാണ്. അങ്ങനെ മാംസം വിൽക്കുന്ന, അപ്പോൾ ഭഗവാൻ എന്താണോ ഇഷ്ടം അത് സാധിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ബ്രാഹ്മണൻ ഈ സാളിഗ്രാമ ഭഗവാനെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, അങ്ങേക്ക് ഭഗവാൻ ഇവിടെ ഇരിക്കുകയാണ് ഇഷ്ടം എന്നുള്ളത്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു വൃത്തിയില്ലാത്ത മൃഗങ്ങളെ കൊന്ന് മാംസമൊക്കെ വിൽക്കുന്ന കടയിലാണ് ഈ ഭഗവാൻ ഇരിക്കാൻ ഇഷ്ടം എന്നാണ് പറയണത്. എന്തേ? അവിടെ കീർത്തനം കേൾക്കണു എന്നുള്ളത് കൊണ്ട്. ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അതിസുന്ദരനായിട്ടുള്ള ആളാണ് ഈ സദൻ കസായി എന്നുള്ള ആൾ, മാംസ വിൽപ്പനക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ കീർത്തനമൊക്കെ ഭഗവാന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര ഇഷ്ടമാണോ ഭഗവാനെ എന്നോട്? അതുകൊണ്ടല്ലേ ഭഗവാൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞത്? ബ്രാഹ്മണൻ ചോദിക്കുന്നു. ശരി, എന്നാൽ ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അടുത്ത നിമിഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മാംസവിൽപ്പനയെ നിർത്തി. അദ്ദേഹം ആ ഭഗവാനെ ഉപാസന ചെയ്യാൻ തുടങ്ങി. ഭഗവാനെ വളരെ ഇഷ്ടമാണ് ഭഗവാനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദിവസം ഭഗവാന്റെ ജഗന്നാഥൻ്റെ രൂപം തെളിഞ്ഞു വരികയാണ്. വലിയ കണ്ണുകൾ, കൈയില്ല, കാലില്ല, അങ്ങനെയുള്ള ഒരു രൂപം അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അദ്ദേഹം ആലോചിക്കണം, എന്ത് രൂപമാണിത്? അതിനെ കാണണമെന്ന് തനിക്ക് തോന്നുക. ഭഗവാൻ ദർശനം കൊടുക്കുകയാണ്, ജഗന്നാഥൻ ദർശനം കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം
ആ ഭഗവാനെ കാണാനായിട്ട് ഇറങ്ങി എന്നാണ് പറയണത്. അദ്ദേഹം ഈ ഭഗവാൻ എവിടെയാണ് ഭഗവാൻ? അദ്ദേഹത്തിന് ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ നിന്നും പുരി ജഗന്നാഥൻ്റെ അടുത്ത് വരെ എത്തണം. ഏതാണ് വഴിയെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആരോട് ചോദിക്കുന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്നിട്ടാണ് പോണത്. അദ്ദേഹം നടക്കുമ്പോൾ ഒരുപാട് തീർത്ഥാടക സംഘങ്ങൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവരുടെ കൂടെ അദ്ദേഹം പോവാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞു, അതെ, മാംസം വെക്കുന്ന ആളാണ്, ഇദ്ദേഹത്തിനൊന്നും ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവരിങ്ങനെ നടക്കുമ്പോൾ അവരുടെ അവരൊക്കെ മഹാബ്രാഹ്മണരാണ്. മഹാബ്രാഹ്മണരായിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള ഈ മാംസം വിൽക്കുന്ന ആളുടെ കൂടെ നടന്നാൽ അവർ ഭ്രഷ്ടാവില്ലേ, അവർക്ക് ദോഷം ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് അത് വഴി മാറി നടക്കും. ഇവരുടെ പിന്നാലെ നടക്കും, പക്ഷേ വഴി മാറി അവരെയൊന്നും അശുദ്ധിയാക്കാതെ അദ്ദേഹം നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അദ്ദേഹം ഇവിടെ പുരി വലിയൊരു നഗരത്തിലെത്തി. ആ നഗരത്തിലെത്തിയിട്ടുള്ള അദ്ദേഹം എത്തിയത് ഒരു വീടിൻ്റെ മുന്നിലാണ്. ആ വീടിൻ്റെ പുറത്തായിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും എന്താണ്? ഈ ഭഗവാന്റെ കണ്ണുകൾ, ഭഗവാന്റെ മുഖം, ഭഗവാന്റെ കൈകളില്ലാത്ത ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഒരു കടാക്ഷം, ഇതൊക്കെ അദ്ദേഹം നിരന്തരമായിട്ട് ഇതിങ്ങനെ അദ്ദേഹം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗൃഹത്തിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് വരികയാണ്. ആ സ്ത്രീ പറഞ്ഞു, അതെ, ഈ ഭർത്താവ് എനിക്ക് വളരെ ശല്യമാണ്, അദ്ദേഹത്തിനൊന്ന് കൊന്നു തരുമോ ചോദിക്കുകയാണ്. കൊല്ലാൻ പറ്റുമോ? അദ്ദേഹത്തിനെ അല്ല, അങ്ങ് കൊന്നോളൂ, കാരണം അദ്ദേഹം മഹാദുഷ്ടനാണ്. ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ടിരിക്കുക എന്ന് പറയാണ്. നോക്കണേ, ചെറിയ ഒരു കാര്യം, ഭൗതികമായിട്ടുള്ളൊരു കാര്യം എത്ര കണ്ടൊരു വ്യക്തിയെ അധപ്പതിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങയെ കല്യാണം കഴിക്കാം, നമ്മൾക്ക് ഒന്നിച്ച് ഭഗവാനെ ഭജിക്കാം എന്നൊക്കെ അതിസുന്ദരിയാണ് ആ സ്ത്രീ. അപ്പോൾ ഇത് പറയണ ഈ സ്ത്രീയുടെ പ്രേരണ കൊണ്ട് ഇദ്ദേഹം ആ വീട്ടിൽ കടന്നു ചെന്നിട്ട് ആ ആളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഈ സ്ത്രീ കാണുന്ന ആളുകളോട് മുഴുവൻ പറയും, അതാ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ഭർത്താവിനെ ഇദ്ദേഹം കൊന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുക. എൻ്റെ ഭർത്താവിനെ ഇദ്ദേഹം കൊന്നു എന്ന് ഈ സ്ത്രീ ഇങ്ങനെ പറയാം. കാണുന്നവരോട് മുഴുവൻ ഈ സ്ത്രീ പറയാണ്. എന്നാൽ ഇദ്ദേഹം പറയണ്ടേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഈ സ്ത്രീയുടെ പ്രേരണ കൊണ്ടാണ് ചെയ്തത്, കല്യാണം കഴിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല, ഈ സ്ത്രീ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിനുള്ളിൽ ഇതൊന്നും വിഷയമല്ല. അദ്ദേഹത്തിനുള്ളിൽ എപ്പോഴും ആ ജഗന്നാഥൻ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും വിഷയമല്ല. പക്ഷേ ആളുകൾ പറയാത്തെങ്കിൽ ഇദ്ദേഹം ഒരു കൊലപാതകിയാണ്, ഈ സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നയാളാണ്. അവസാനം ഈ സ്ത്രീയെ ഇത് രാജാവിൻ്റെ ചെവിയിലെത്തി. രാജാവ് പറഞ്ഞു, ഇദ്ദേഹത്തിനെ എന്തായാലും അദ്ദേഹത്തിനെ വിചാരണ ചെയ്യണം. അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുപോയി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് ജയിലിലടച്ചു. എന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അവിടെ ന്യായാധിപൻ മുമ്പിൽ വന്നു. എന്നിട്ടും അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്നൊന്നും അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനാണ്. അദ്ദേഹം ആനന്ദത്തോടു കൂടെ നിൽക്കുകയാണ്. ആ സമയത്ത് രാജാവ് പറഞ്ഞു, ആ കൈ കൊണ്ടല്ലേ ആ സ്ത്രീയുടെ ഭർത്താവിനെ വെട്ടിക്കൊന്നത്, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ 2 കൈകളും മുറിച്ച് കളയാമെന്ന് പറയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ 2 കൈകളും അങ്ങനെ മുറിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിക്കണില്ല. അവിടെ അദ്ദേഹം ആനന്ദം അനുഭവിച്ചു, ഭഗവാനെ കണ്ട് ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആനന്ദത്തോടു കൂടി അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കൈകളും മുറിച്ച് കളയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. അപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ കണ്ടിട്ടുള്ള ജഗന്നാഥന് 2 കൈകളും ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വെട്ടിയിടാൻ പറയുകയാണ്. അങ്ങനെ 2 കാലുകളും 2 കൈകളും ഇല്ല അദ്ദേഹത്തിന്. അപ്പോൾ പറയുകയാണ്, എൻ്റെ ജഗന്നാഥൻ ഇങ്ങനെയാണല്ലോ നടക്കാറ്, ഏതെങ്കിലും ഈശ്വരൻ നടക്കാറുണ്ടോ? കൈയില്ല, കാലില്ല, അങ്ങനെ ഏതെങ്കിലും ഈശ്വരൻ ഉണ്ടോ? അപ്പോൾ എൻ്റെ ഈശ്വരനെ പോലെ രൂപം എനിക്ക് കിട്ടിയല്ലോ അദ്ദേഹം ആലോചിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? പുരി ജഗന്നാഥനെ കാണണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇഴഞ്ഞിട്ട്, നടക്കാനൊന്നും വയ്യ, ഇഴഞ്ഞ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കയ്യുമില്ല, കാലുമില്ല. അങ്ങനെ അദ്ദേഹം എത്രയോ ദൂരം അദ്ദേഹം സഞ്ചരിക്കുകയാണ്. ഇദ്ദേഹം മഹാദുഷ്ടനാണ്, ഏതൊരു സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നതാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയത് എന്ന് ആളുകൾ പ്രചരിപ്പിക്കാനും തുടങ്ങി. അദ്ദേഹത്തിന് ആരും തിരിഞ്ഞു നോക്കാതെയായി. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, ഒന്നുമില്ല. ഇത് അതേ ഭഗവാന്റെ രൂപം മാത്രം മനസ്സിൽ. ഇങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് അദ്ദേഹം
ഇവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയ സമയത്ത് അവിടെ അനേകം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ പൂജാരിമാർ ചോദിക്കുകയാണ്, അങ്ങ് എന്താ അങ്ങയുടെ കൈ വെട്ടിയത്? ഇന്ന കാരണം കൊണ്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ കൈകളില്ലാതെ അങ്ങ് എന്ത് ചെയ്യും ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ശാസ്ത്രങ്ങളിലൊക്കെ പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? അപാണിപാദമെന്ന്. ഭഗവാന് പാദമില്ല, ഭഗവാന് കൈകളില്ല. കൈകളില്ലെങ്കിലും ഭഗവാന് എത്ര കൈകൾ നീട്ടാൻ സാധിക്കും എന്നുള്ളത്, കാലില്ലെങ്കിലും നടക്കാൻ സാധിക്കും ഭഗവാന് എന്ന് ശാസ്ത്രങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം പറയാണ്, അങ്ങനെ കൈകൾ ഉണ്ടോയെന്നുള്ളതിന് ഉദാഹരണമാണല്ലോ. എത്ര നീളത്തിലാണ് കൈകൾ നീണ്ടു വന്നത്? ഇളനീര് കണ്ട സമയത്ത് എത്ര നീളത്തിലാണ് കൈകൾ നീണ്ടു വന്നത് ഭഗവാന്റെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ ഭഗവാനെ ഒറ്റ തവണ എൻ്റെ ഭഗവാനെ കണ്ടാൽ മതി, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. ആ പുരിയിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. ആ തിരക്കിൽ എന്ത് വേണം അദ്ദേഹത്തിന് അറിയണില്ല. അദ്ദേഹം ഒരു ഭാഗത്ത് ഭഗവാനെ കാണാനായിട്ട് ഇത് കരഞ്ഞുകൊണ്ട് ഭഗവാനെ കണ്ട് പതിയത പാവന എന്നവർ കിലോമീറ്ററുകൾ ദൂരാണെന്നാണ് പറയുന്നത്. അവിടെ ഭഗവാനെ നോക്ക്, പതിയത പാവനൻ്റെ ആ ജഗന്നാഥൻ്റെ രൂപത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ് യഥാർത്ഥത്തിലുള്ള ഭഗവാൻ അവിടെ ശ്രീലകത്തിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ നിവേദ്യം വെക്കൽ എങ്ങനെയാണ്? ഭഗവാന് നിവേദ്യം ഒരുപാട്, ഭഗവാൻ നോക്കത്താത്ത ദൂരത്താണ് അവിടുത്തെ ഭഗവാന് പ്രസാദങ്ങൾ നിവേദ്യങ്ങൾ വെക്കാറുള്ളതാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ. അത്രയും അതോ എത്ര 56 തരം 54 തരം വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ട് അതേപോലെ പാത്രത്തിൽ നിന്ന് ഒഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കിയത്? മൺപാത്രത്തിൽ. അതേപോലെ മുഴുവൻ ജഗന്നാഥന് കാണണം എന്നാണ് പറയുക. ഇത് മുഴുവൻ ഭഗവാൻ മുമ്പിൽ കൊണ്ടുപോയി ഇത് എത്രയോ ദൂരത്താണ് ഭഗവാൻ പ്രസാദങ്ങൾ വെക്കുക. അടുത്തൊന്നുമല്ല വെക്കാറുള്ളത്. അങ്ങനെ എത്രയോ ദൂരത്ത് ഗരുഡസ്തംഭത്തിൻ്റെ അപ്പുറത്താണ് അത്രേ വെക്കാറുള്ളത് ഈ പ്രസാദങ്ങൾ നൈവേദ്യം വെക്കാറുള്ളത്. അവിടേക്ക് ഭഗവാൻ അവിടെ അത്ര ദൂരം കൈ നീട്ടിയിട്ട് ഭഗവാനെടുത്ത് കഴിക്കുന്നത് ഭക്തന്മാർ കാണാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അത്രയും ദൂരത്ത് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടുത്തെ പ്രധാന പൂജാരിയുടെ അടുത്ത് ജഗന്നാഥ ഭഗവാൻ നിവേദ്യത്തിൻ്റെ സമയമായപ്പോൾ പറയുകയാണ്, അതെ, എൻ്റെ ഒരു ഭക്തൻ അവിടെ നിൽക്കുന്നുണ്ട്, ഒരു പല്ലക്ക് കൊണ്ടുപോയിട്ടേ അദ്ദേഹത്തിനെ കൊണ്ടുവരുമെന്ന് പറയുകയാണ്. അപ്പോൾ അനേകം ആളുകളുണ്ട് അവിടെ, അനേകം ആളുകളുണ്ട്. അപ്പോൾ ഈ പല്ലക്കുമായിട്ട് ചെല്ലണ സമയത്ത് ഇതിൽ ഒരു ഭക്തനെ ഭഗവാൻ അവിടെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ ആലോചിക്കുകയാണ്, അനേക ആളുകളുണ്ട്, ഞാൻ ഭക്തനാണ്. ഓരോരുത്തരും ആ പല്ലക്കിൽ കയറാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ലഹള തന്നെ, വല്ലാതെ തിക്കും തിരക്കും അവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ദൂരേക്ക് മാറി നിൽക്കുകയാണ് അദ്ദേഹം. അപ്പം ജഗന്നാഥനോട് പണ്ഡിറ്റ്ജി ചോദിക്കുകയാണ്, ഇവിടെ എല്ലാവരും ഇതിൽ പല്ലക്കിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഭക്തന്മാരാന്ന് പറയുന്നു, എനിക്ക് അവരെ അല്ല കാണേണ്ടത് ഭഗവാൻ പറയുന്നു. അവിടെ ദൂരെ നിൽക്കുന്നുണ്ടാവും ഒരാൾ, അദ്ദേഹത്തിന് 2 കൈ ഉണ്ടാവില്ല, 2 കാലും ഉണ്ടാവില്ല. അദ്ദേഹത്തിനെ എൻ്റെ അടുത്ത് ഈ പല്ലക്കിൽ കൊണ്ടുവരുമെന്ന് പറയാണ്. ഈ പല്ലക്ക് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന സമയത്ത് അദ്ദേഹം ആലോചിക്കുകയാണ്, എൻ്റെ ഭഗവാനെ ഇതെന്തിനാണ് ഇത് കൊണ്ടുവന്നത്? അതെ, ഭഗവാൻ അങ്ങയെ പല്ലക്കിൽ കൊണ്ടുപോയിട്ട് എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെയോ മാംസം വിൽക്കുന്നയാളെയോ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നയാളെയാണോ ഭഗവാൻ കാണണമെന്ന് പറയണത്? അതെ, അങ്ങയെ കാണണമെന്ന് ഭഗവാൻ പറയണു. ഈ പല്ലക്കിൽ കയറും അങ്ങ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പല്ലക്കിൽ കയറ്റിയെന്നാണ് പറയണത്. എന്നിട്ട് ജഗന്നാഥൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിലായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് വെച്ചു എന്നാണ്. കാരണം കയ്യും കാലും ഒന്നും ഇല്ലല്ലോ, കൊണ്ടുപോയി വെച്ചു. ആ സമയത്ത് അദ്ദേഹം ആലോചിക്കുകയാണ്, ഭഗവാനെ നമസ്കരിക്കുക. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ശരീരം കൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അത്ഭുതമായിട്ടുള്ളൊരു സംഭവം അവനുണ്ടാവുന്നത്, അദ്ദേഹത്തിൻ്റെ 2 ഭാഗത്തു നിന്നും മുറിച്ചതല്ലേ കൈകൾ, 2 കൈകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന 2 കൈകളെ കൊണ്ടും കൈ കൂപ്പി തൊഴുത് അദ്ദേഹം നമസ്കരിച്ചു ഭഗവാനെ. ഉടൻ 2 കാലുകളുണ്ടായി. ആ ഭഗവാൻ നേരിട്ട് ഈ സദൻ കസായിയുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തിട്ട് തൻ്റെ ഭക്തനായി സ്വീകരിച്ചു. ഇത് ഭക്തമാൽ എന്നുള്ള കഥയിലുള്ളതാണ്. അതായത് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ ഭക്തചരിത്രം
ഭക്തന്മാരുടെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. അതാണ് ഭക്തമാൽ എന്നുള്ള പുസ്തകം. ആ പുസ്തകം ആ ഗ്രന്ഥത്തിലുള്ളതാണ് ഈ കഥകൾ. അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? ഭഗവാനെക്കുറിച്ച് പറയുന്നതിൽ കൂടുതൽ ഭഗവാൻ ഇഷ്ടം ഭഗവാന്റെ ഭക്തന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് എന്നാണ്. അതാണ് ഭഗവാൻ ഭക്തഭക്തിമാൻ എന്ന് പറയാറുണ്ട്. ഭഗവാൻ ഭക്തഭക്തിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ഭക്തന്മാരുടെ ഭക്തനാണ് ഭഗവാൻ. നമ്മൾക്കറിയാലോ, ചരിത്രങ്ങളെല്ലാം നമ്മൾക്കറിയാം. പ്രഹ്ലാദൻ്റെ ഭക്തനാണ് ഭഗവാൻ. പ്രഹ്ലാദൻ എന്താ ആഗ്രഹിച്ചോ അതൊക്കെ ഭഗവാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അർജുനൻ്റെ ഭക്തനാണ് ഭഗവാൻ. തേര് തെളിക്കാൻ പറഞ്ഞ് സേനോരഭോർ മധ്യ രഥം സ്ഥാപയമേച്യുത. അർജുനൻ്റെ ഭക്തനെ പോലെ ഭക്തനായിട്ട് ഭഗവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ. അതാണ് ഭക്തഭക്തിമാനായിട്ടുള്ള ജഗന്നാഥൻ. ആ വിശേഷപ്പെട്ട കഥയാണ്. ഈ കഥ ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിലും ആർക്കും ഈശ്വരപ്രാപ്തി സാധിക്കുമെന്ന് ഇത് തെളിയിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. സദൻ കസായി എന്നുള്ള ഭക്തൻ്റെ ചരിത്രം ഇവിടെ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.